Welcome to Geogy Spotlight. ബജറ്റിന് ശേഷം ക്യാപിറ്റൽ ഗെയിൻ ടാക്സുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നിലവിലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്നിവ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് അടയ്ക്കേണ്ടതെന്ന് പരിശോധിക്കാം. അതിനു മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിസ്റ്റഡ് ഷെയറുകൾ, ലിസ്റ്റഡ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവ 12 മാസം ഹോൾഡ് ചെയ്ത് അവ വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭത്തിന് 12% ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടയ്ക്കേണ്ടി വരും. പക്ഷെ ഇങ്ങനെ ലഭിക്കുന്ന ലാഭത്തിന് 1.25 ലക്ഷം രൂപ വരെ നികുതി അടയ്ക്കേണ്ട. എന്നാൽ 1.25 ലക്ഷത്തിന് മുകളിൽ വരുന്ന തുകയ്ക്ക് 12% നികുതി നൽകണം. ഇനി ഇവ 12 മാസത്തിനുള്ളിൽ വിറ്റ് ലാഭമെടുത്താൽ 20% ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നൽകണം. ലിസ്റ്റ് ചെയ്ത ടാക്സ് ഫ്രീ ബോണ്ടുകൾ, ലിസ്റ്റ് ചെയ്ത ഡിബഞ്ചറുകൾ എന്നിവ 12 മാസം ഹോൾഡ് ചെയ്ത ശേഷം വിൽക്കുമ്പോൾ ലഭിക്കുന്ന നേട്ടത്തിന് 12% ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചുമത്തുന്നു. 12 മാസത്തിൽ താഴെയാണ് വിറ്റ് ലാഭമെടുത്തതെങ്കിൽ അതിന് ആദായനികുതി സ്ലാബ് പ്രകാരമുള്ള നികുതി അടയ്ക്കണം. ടാക്സ് ഫ്രീ ബോണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന പലിശയ്ക്ക് നികുതി അടയ്ക്കേണ്ട. ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ 2023 ഏപ്രിൽ 1 മുൻപ് വാങ്ങി വിറ്റ് ലാഭമെടുത്താൽ 12% നികുതി ചുമത്തും. 2023 ഏപ്രിൽ 1 അതിനുശേഷമോ വാങ്ങി വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭത്തിന് സ്ലാബ് റേറ്റിലുള്ള നികുതി നൽകണം. 2.5 ലക്ഷം രൂപയിൽ കൂടുതലുള്ള വാർഷിക പ്രീമിയമുള്ള യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസിന് 2026 ഏപ്രിൽ 1 മുതൽ 12% ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നൽകണം. ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് 2024 ജൂലൈ 23 മുൻപ് വാങ്ങിയതാണെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് സഹിതം 20% ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടയ്ക്കണം. ഇൻഡെക്സേഷൻ ഇല്ലാതെ 12% നികുതിയോ, ഇതിൽ ഏതാണ് ടാക്സ് പേയർക്ക് ബെനിഫിറ്റ് എങ്കിൽ അത് തിരഞ്ഞെടുക്കാം. ഈ തീയതിക്ക് ശേഷമാണെങ്കിൽ ഇൻഡെക്സേഷൻ ഇല്ലാതെ 12% നികുതി. സ്വർണം വാങ്ങി അത് 3 വർഷത്തിന് ശേഷം വിൽക്കുമ്പോൾ ലഭിക്കുന്ന പ്രോഫിറ്റിന് 20% നികുതി. കൂടാതെ 4% സെസ്സും നൽകണം. 3 വർഷത്തിന് താഴെയാണെങ്കിൽ ലാഭത്തിന് ആദായ നികുതി സ്ലാബ് പ്രകാരമുള്ള നികുതിയാണ് അടയ്ക്കേണ്ടത്. 12 മാസത്തിൽ കൂടുതൽ കൈവശം വെച്ച് വിൽപ്പന നടത്തുന്ന ഗോൾഡ് ETF-ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 12% ഗോൾഡ് ഫണ്ട് ആണെങ്കിൽ 24 മാസം കൈവശം വെച്ച് വിൽക്കുമ്പോഴാണ് ടാക്സ് നൽകേണ്ടത്. 12% തന്നെയാണ് ഇവയ്ക്കും നികുതി. നിക്ഷേപവുമായി ബന്ധപ്പെട്ട കൂടുതൽ കണ്ടന്റുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.